മോഹൻലാലിൻ്റെ മലൈക്കോട്ടെ വാലിബൻ്റെ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നു. അതിൻ്റെ സെൻസറിങ്, അതായത് ഹിന്ദി സെൻസറിങ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. 2 മണിക്കൂർ 7 മിനിറ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന മറ്റൊരു കാര്യം സിനിമയുടെ റിവ്യൂ ആണ് എന്നുള്ളതാണ്. അതായത് സെൻസറിങ്ങിൽ നിന്ന് കിട്ടിയ അഭിപ്രായം എന്നുള്ള പേരിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതായത് ഞാൻ ആ കാര്യം ഒന്ന് പറയാം. അതായത് ഈ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഒരു പീരിയോഡിക് ഡ്രാമയാണ്, ഒരു സ്പിരിച്വലി ആയിട്ടുള്ള ഒരു സിനിമയാണ്, വെരി ലെസ് മാസ് മൂവ്മെൻറ്റ്സ് ആണ് എന്നുള്ളതൊക്കെയാണ് ഇതിനകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിനിമ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തതില്ല. അങ്ങനെയുള്ള ബോക്സ് ഓഫീസിൽ വിജയിക്കാനുള്ള ചാൻസുകൾ കുറവാണ്. ഡയറക്ടർ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും എല്ലാവരുടെയും നോട്ട് എ കപ്പ് ഓഫ് ടീ ഫോർ എവരി വൺ എന്നുള്ള ലെവലിലാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ മാസ് ഓഡിയൻസ് എന്നുള്ള ലെവലിലാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ചേട്ടൻ ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് ഒരു സാധനം ഇറക്കി. അതായത് ഇതൊക്കെ എല്ലാവരും അങ്ങ് വിശ്വസിച്ചു. ആ ചേട്ടൻ NB എന്നിട്ടിട്ട്, അത് NB എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മളിതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നോട്ടാണത്. കീപ്പ് യുവർ എക്സ്പെക്റ്റേഷൻ ലോ. ആ ലോയുടെ സ്പെല്ലിങ് LAW. അപ്പം തന്നെ ചേട്ടൻ്റെ ക്വാളിറ്റി നമുക്കിവിടെ കത്തി. അതായത് നമ്മൾ നിയമപരമായിട്ട് ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ പോവുക, അല്ലാതെ ചേട്ടൻ ഉദ്ദേശിച്ചത് താഴ്ന്ന് കാണുക എന്നുള്ള, അവൻ പ്രിപ്പയർ ടു ഗെറ്റ് ഡിസപ്പോയിൻറ്റഡ്. ചിലപ്പോൾ ചേട്ടൻ ഉദ്ദേശിച്ചത് സിനിമയിൽ മോഹൻലാലിനെ മാറ്റിയിട്ട് അവിടെ നമ്മളെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതായിരിക്കും, ഡിസപ്പോയിൻമെൻ്റ് എന്നായിരിക്കും ചേട്ടൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത്ര വിവരമില്ലാത്തൊരു ടീം തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ തന്നെ ശക്തമായ ഡീഗ്രേഡിങ് വരികയാണ്. ശക്തമായ ഡീഗ്രേഡിങ് വരുന്നു എന്ന് പറയുമ്പോൾ ഇനി സിനിമ ഇറങ്ങാൻ ഏകദേശം 19 ദിവസമുണ്ട്. ഈ 19 ദിവസങ്ങൾക്ക് മുന്നേ ഒരു ഡീഗ്രേഡിങ് അങ്ങ് തുടങ്ങുകയാണ്. ഇത് ടോക്സിക് ഫാൻസിൻ്റെ ബേസിൽ വരുന്ന മാത്രം ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഫാൻസുകളെ തമ്മിലടിപ്പിക്കാൻ ചിലവന്മാർ ചെയ്യുന്ന പരിപാടികളുമാണ്. ഇപ്പം നമ്മൾ പല സിനിമകളും കാണുന്നുണ്ട്. LJPയുടെ സിനിമകൾ കാണുമ്പോൾ സാധാരണ പ്രേക്ഷകൻ, അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത് LJP മൂവി കാണുക എന്നുള്ളൊരു മൂഡിൽ തന്നെയാണ്. അതിനൊരു ദൃശ്യ വിസ്മയം തന്നെ ഉണ്ടാവും. അതിൻ്റെ കഥയ്ക്ക് വേറൊരു ലെവലുണ്ടാകും. അതായത് നമ്മളെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന സിനിമകളായിരിക്കും. അതിപ്പം LJPയുടെ ആദ്യ സിനിമ മുതൽ അവസാനം ഇറങ്ങിയ നൻപകൽ നേരത്തെ മയക്കം വരെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇദ്ദേഹം പറഞ്ഞതിനകത്തിലൊരു സത്യസന്ധതയുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി നോട്ട് എ കപ്പ് ഓഫ് ടീ ഫോർ എവരി വൺ എന്ന് നമുക്ക് പറയാം. അതായത് എവരി വൺ എന്നല്ല പറയാം, ഫോർ എ മാസ് ഓഡിയൻസ് എന്നാണ് പറഞ്ഞത്. ശരിയായിരിക്കാം, കാരണം എല്ലാ സിനിമയും എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആവില്ല. ഇവിടെ ഇപ്പം നേരെ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇതിന് മുമ്പ് ഇറങ്ങിയ വലിയ വിജയമായിരുന്ന കണ്ണൂർ സ്ക്വാഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ പണ്ടിറങ്ങിയ നരസിംഹം എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഓരോ വ്യക്തിയും വ്യത്യസ്തനാക്കുന്നു. അത് നമുക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് കാണുന്നൊരു വ്യൂ ആയിരിക്കില്ല വേറൊരു. ഒരാൾക്ക് ചിലപ്പോൾ വെറുതെ ഭയങ്കര തട്ടുപൊളിപ്പിനായിട്ട് വെറുതെ എന്തെങ്കിലും വെട്ടിക്കൂട്ടി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിനെ ഡീഗ്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് തന്നെ നമ്മൾ ഒരുപാട് സിനിമകൾക്ക് കണ്ടിട്ടുണ്ട്. ഇപ്പം മമ്മൂട്ടി മോഹൻലാൽ എന്നുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. ഇവിടെ ഈ ടോക്സിക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളോട് ചോദിക്കാനുള്ളൊരു കാര്യം ഇതാണ്: എന്തുകൊണ്ട് നിങ്ങൾ അത്ര വലിയ ഗംഭീരന്മാരായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് എലോൺ വിജയിപ്പിച്ചില്ല? എലോൺ നിങ്ങൾ വിചാരിച്ചായിരുന്നെങ്കിൽ സിമ്പിളായിട്ട് ജയിക്കാവുന്ന കാര്യമല്ലേ? നിങ്ങൾക്ക് ഇത്രയും കഴിവും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ എന്തിന് ക്രിസ്റ്റഫർ നിങ്ങൾ വിജയിപ്പിച്ചില്ല? അതേപോലെയുള്ള ഒരു സിനിമ. അപ്പം ജയിക്കുന്ന സിനിമകളുടെ കൂടെ നിന്ന് കൈയടിക്കുന്നു എന്നല്ലാതെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ശാപമായ കാര്യം വിജയിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ നല്ല സിനിമകളെ ഇതേപോലെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ചക്ക വീണ് മുയൽ ചാവുന്ന പോലെ കിട്ടിയിരിക്കാം, പക്ഷേ ഭൂരിഭാഗം സിനിമകളെയും നശിപ്പിക്കാൻ കഴിയില്ല. സിനിമ നല്ലതാണോ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കും സാധാരണ പ്രേക്ഷകർ എന്നുള്ളതാണ്. അവിടെ ഫാൻസിനെ ഞങ്ങൾ നോക്കില്ല എന്നുള്ളതാണ്. അപ്പം എടുത്തു പറയാനുള്ള കാര്യം, ഇതൊരു ഫേക്കായിട്ടുള്ളൊരു സാധനം തന്നെയാണ് വന്നിരിക്കുന്നത്. 20 ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു കാര്യം ഇറങ്ങുമ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ട് പറയുക നല്ലതാണോ മോശമാണോ എന്നുള്ളത്. നിങ്ങൾക്ക് മോശമാണെങ്കിൽ നിങ്ങൾക്ക് ആ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആരും നിങ്ങളെ പിടിച്ച് തിന്നില്ല. കൃത്യമായിട്ട് തന്നെ പറയാം, ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇന്ന ഫാക്ടറുകൾ കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കത് ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ ഇഷ്ടപ്പെടരുത് എന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയും. അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പം വെറുതെ ഈ ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടുവരികയും അനാവശ്യമായിട്ട് ഇതിനകത്തിലേക്ക് വലിച്ചഴിക്കുകയും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പോസ്റ്റ് ഇട്ട ആളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അങ്ങ് ഒന്ന് മനസ്സിലാക്കുക, ഇതുകൊണ്ടൊന്നും സിനിമ പരാജയപ്പെടാൻ പോകുന്നില്ല. അതിപ്പം മമ്മൂട്ടിയാണേലും മോഹൻലാലാണേലും ഇനിയിപ്പോൾ അതെല്ലാം ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന താരങ്ങളോ അല്ലെങ്കിൽ പഴയ താരങ്ങളോ ആണെങ്കിൽ ആരുടെ സിനിമയാണേലും നല്ലതാണെങ്കിൽ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നേരെ എന്ന് പറഞ്ഞ സിനിമ വിജയിക്കാനുള്ള ചെറിയ സിനിമയായിട്ട് തന്നെയാണ് വന്നത്. ആ സിനിമ വിജയിക്കാനുള്ള കാരണം അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അല്ലാതെ നിങ്ങളെപ്പോലെയുള്ള ഫാൻസുകാർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല. നിങ്ങളെപ്പോലുള്ള ഒരു ഫാൻസുകാർ വിചാരിച്ചാൽ കൂടി വന്ന ഒരു ദിവസം ഒരു സിനിമ ഓടിക്കാം, അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതായത് ജനങ്ങൾ, അതായത് ഈ കേരള സമൂഹം അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഇങ്ങനെ മമ്മൂട്ടിയെ മോഹൻലാലിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഒരു സിനിമ 100 കോടിയോ അല്ലെങ്കിൽ 100 ദിവസമോ ഒക്കെ എത്താൻ കഴിയുള്ളൂ. അല്ലാതെ ഫാൻസ് ഈ പറഞ്ഞ പോലെ കമൻ്റ് ഇടുന്ന ടീമുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോസ്റ്റ് ഇടുന്ന ടീമുകൾ തലകുത്തിയിരുന്ന് വീട് വിറ്റ് കൊണ്ടുവരക്കിയാലും ഒരു സിനിമ 100 ദിവസം ഓടിക്കാനോ 100 കോടി എത്തിക്കാനോ കഴിയില്ല എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. അപ്പം അത് ശക്തമായി നമ്മുടെ പ്രതിഷേധം തന്നെയാണ് അറിയിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ
ഇങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടമാണ്, ഞങ്ങൾ കണ്ടോളാം, താങ്കൾ ഈ സിനിമ എന്താണ് സെൻസറിങ്ങിലൂടെയൊക്കെ കണ്ടതായതുകൊണ്ട് ഇനിയും കാണണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നില്ല. അപ്പോൾ മാറിയിരുന്ന് മോങ്ങാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഞങ്ങളുടെ ഒരു അപേക്ഷയും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.